നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അടുത്തിടെയായി നറുക്കെടുപ്പുകളിൽ വൻ തുകകൾ സമ്മാനമായി ലഭിക്കുന്നതും പ്രവാസികൾക്കാണ്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് വൻതുകയുടെ സമ്മാനങ്ങൾ നൽകി അവരുടെ ജീവിതങ്ങൾ മാറ്റിമറിച്ച അബുദാബി ബിഗ് ടിക്കറ്റിലാണ് പ്രവാസികളേറെയും പങ്കെടുക്കുന്നത്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ നിരവധി പ്രവാസികളാണ് അബുദാബി ബിഗ് ടിക്കറ്റിൽ ഭാഗ്യം പരീക്ഷിക്കുന്നത്. വർഷങ്ങളായി സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ടിക്കറ്റ് എടുക്കുന്നവരാണ് അധികവും. ഇപ്പോൾ ബിഗ് ടിക്കറ്റ് അബുദാബി പ്രതിവാര നറുക്കെടുപ്പിൽ റേഞ്ച് റോവർ വേലാർ കാർ സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രവാസി ഇന്ത്യക്കാരൻ. ദുബായിൽ പ്രവാസ ജീവിതം നയിക്കുന്ന മുംബൈ സ്വദേശി കബാഡിയ ഹുസൈനി ഗുലാം അലിയാണ് വിജയിയായിരിക്കുന്നത്. ഡിസംബർ 31 നടന്ന ഡ്രീം കാർ റാഫിൾ ഡ്രോയിൽ 013317 എന്ന ടിക്കറ്റ് നമ്പറിലൂടെയാണ് ഇദ്ദേഹത്തെ തേടി ഭാഗ്യം എത്തിയത്. ദുബായിൽ നിർമ്മാണ സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ബിസിനസ് ചെയ്യുകയാണ് ഗുലാം അലി. ഇത് രണ്ടാം തവണയാണ് ആഡംബര കാർ ഗുലാം അലിക്ക് സമ്മാനമായി ലഭിക്കുന്നത്. 10 വർഷം മുൻപ് മറ്റൊരു റാഫിൾ ഡ്രോയിലൂടെ മെഴ്സിഡസ് കാർ ലഭിച്ചിരുന്നു. മനോഹരമായ റേഞ്ച് റോവർ കൂടി ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം ബിഗ് ടിക്കറ്റ് സംഘാടകരോട് പറഞ്ഞു. ഇപ്പോൾ ലഭിച്ച കാർ വിൽക്കാനാണ് ഗുലാം അലിയുടെ പദ്ധതി. കാർ വിറ്റ് ലഭിക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം തന്റെ ബിസിനസ്സിൽ നിക്ഷേപിക്കാനും കുറച്ചു പണം വിവാഹത്തിനായി മാറ്റിവെക്കാനും ഉദ്ദേശിക്കുന്നു. പുതിയ റേഞ്ച് റോവറിന് 70,35,964 രൂപയാണ് വിലയെന്ന ബിഗ് ടിക്കറ്റ് അധികൃതർ വ്യക്തമാക്കി. ബിഗ് ടിക്കറ്റിന്റെ അടുത്ത ഡ്രീം കാർ നറുക്കെടുപ്പ് മാർച്ച് 3-നാണ്. ജനുവരി മാസത്തിൽ ഉടനീളം ടിക്കറ്റുകൾ വാങ്ങാം. ആഡംബരക്കാർ മസറാട്ടി ഗ്രക്കലാണ് അടുത്ത വിജയിയെ കാത്തിരിക്കുന്നത്. ബിഗ് ടിക്കറ്റ് വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈനായി ടിക്കറ്റുകൾ സ്വന്തമാക്കാവുന്നതാണ്. അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ട്, അൽ ഐൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവിടങ്ങളിലെ ഔട്ട്ലെറ്റുകളിലും ടിക്കറ്റുകൾ ലഭ്യമാണ്. അതേസമയം പ്രവാസികൾ ധാരാളമായി പങ്കെടുക്കുന്ന ബഹസൂസ് നറുക്കെടുപ്പ് താൽക്കാലികമായി നിർത്തുകയാണെന്ന് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി സൂസൻ കാസി പറഞ്ഞു. രാജ്യത്തെ ലോട്ടറി നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അനുമതിക്കായി അപേക്ഷ നൽകിയിട്ടുണ്ട്. ബഹസൂസിന്റെ ഇതുവരെയുള്ള പ്രവർത്തന പാരമ്പര്യം ലൈസൻസ് ലഭിക്കാൻ സഹായകരമാകുമെന്നും സൂസൻ പറഞ്ഞു. ചൂതാട്ട നിയന്ത്രണ നിയമപ്രകാരം ജനുവരി മുതൽ രാജ്യത്തെ ഓൺലൈൻ ലോട്ടറികൾ നിരോധിച്ചിരുന്നു. മെഹസൂസിന്റെ ഓഫീസ് തുടർന്നും പ്രവർത്തിക്കുമെന്നും ജീവനക്കാരെ ഒഴിവാക്കില്ലെന്നും അവർ വ്യക്തമാക്കി. ലൈസൻസ് അനുവദിച്ചാൽ ഓൺലൈൻ ലോട്ടറിയുമായി മുൻപോട്ട് പോകും. അല്ലാത്ത പക്ഷം കമ്പനിക്ക് പ്ലാൻ ബി, സി, ഡി എന്നിവയുണ്ടെന്നും അവർ വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.